നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിലിറങ്ങി റീൽസ് ചിത്രീകരിച്ചത് ആചാര ലംഘനമാണെന്ന് ദേവസ്വം. ക്ഷേത്രക്കുളത്തിൽ ചൊവ്വാഴ്ച പുണ്യാഹം നടത്തും. 6 ദിവസത്തെ പൂജകളും ശീവേലിയും ആവർത്തിക്കും. എറവ് ആറാംകല്ലിൽ KECB വൈദ്യുതി ലൈനിലൂടെ അമിതമായി വൈദ്യുതി പ്രവഹിച്ചതായി പരാതി. വീടുകളിലെ ഗൃഹോപകരണങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് കഴിയുന്നു. മുരിങ്ങൂരിൽ സർവീസ് റോഡുകളുടെ ടാറിംഗ് പൂർത്തിയായി. വാഴക്കോട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. തെങ്ങുകളും വാഴകളും നശിപ്പിച്ച് കാട്ടാനക്കൂട്ടം. കാട്ടൂർ പൊഞ്ഞനം ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. 2 പവൻ സ്വർണവും 10,000 രൂപയും കവർന്നു. CCTVയുടെ DVRും മോഷണം പോയി. വാർത്തകളിലേക്ക് വിശദമായി. ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിലിറങ്ങി റീൽസ് ചിത്രീകരിച്ചത് ആചാര ലംഘനമാണെന്ന് ദേവസ്വം. ഇതേ തുടർന്ന് ക്ഷേത്രക്കുളം പുണ്യാഹം നടത്താനും പൂജകൾ ആവർത്തിക്കാനും തീരുമാനിച്ചു. 6 ദിവസത്തെ പൂജകളും ശീവേലിയുമാണ് ആവർത്തിക്കുക. ഈ സമയത്ത് ഭക്തർക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനമുണ്ടാകില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫറിനെതിരെ ടെമ്പിൾ പോലീസിൽ ദേവസ്വം പരാതി നൽകിയത്. ഇതിന് 3 ദിവസം മുൻപാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നത്. ക്ഷേത്രക്കുള പരിസരത്ത് വീഡിയോ ചിത്രീകരിക്കുന്നതിന് നേരത്തെ നിരോധനമുണ്ട്. ക്ഷേത്രത്തിന്റെ ഭാഗമായ കുളത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശന വിലക്കുമുണ്ട്. കോഴിക്കോട് സ്വദേശിനി ജസ്ന സലീം ക്ഷേത്ര പരിസരത്ത് റീൽസ് എടുത്തതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഹൈക്കോടതി ഇടപെടുകയും ക്ഷേത്ര നടപ്പുരയിൽ വീഡിയോ ചിത്രീകരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. എറവ് ആറാംകല്ലിൽ KECB വൈദ്യുതി ലൈനിലൂടെ അമിത വൈദ്യുതി പ്രവഹിച്ച് വീടുകളിലെ ലക്ഷക്കണക്കിന് രൂപയുടെ ഗൃഹോപകരണങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചതായി പരാതി. പുതിയതായി സ്ഥാപിച്ച ട്രാൻസ്ഫോർമറിൽ നിന്ന് വേണ്ട മുൻകരുതലെടുക്കാതെ അമിത വൈദ്യുതി പ്രവഹിപ്പിച്ച് വീട്ടിലെ ഉപകരണങ്ങൾ കേടുവരുത്തിയതിൽ കണ്ടശാങ്കടവ് സെക്ഷൻ മേധാവിക്കെതിരെ വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ശനിയാഴ്ച വൈകിട്ടാണ് സംഭവം. എറവ് പെരുമ്പുഴ പാടശേഖരത്തിനോട് ചേർന്നുള്ള KECBയുടെ പുതിയ ട്രാൻസ്ഫോർമർ ചാർജ് ചെയ്യുന്നതിന് മുന്നോടിയായി രാവിലെ മുതൽ പ്രദേശത്ത് വൈദ്യുതി ഉണ്ടായിരുന്നില്ല. വൈകിട്ട് പുതിയ ട്രാൻസ്ഫോർമറിലൂടെ വൈദ്യുതി കടത്തിവിട്ടപ്പോഴാണ് പ്രദേശത്തുള്ള ഒട്ടനവധി വീടുകളിൽ ഗൃഹോപകരണങ്ങളും വൈദ്യുതി ഉപകരണങ്ങളും അടക്കം ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ നശിച്ചത്. വിദഗ്ധർ ചെയ്യേണ്ട ജോലി കരാർ ജോലിക്കാരെ ഏൽപ്പിച്ചതാണ് നാശനഷ്ടങ്ങൾക്ക് കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. കമ്പ്യൂട്ടറുകൾ, വാഷിംഗ് മെഷീൻ, CCTV ക്യാമറകൾ, ഇന്റർനെറ്റ്, വൈഫൈ മോഡം, ഐഫോൺ ചാർജറുകൾ, സീലിംഗ് ഫാൻ തുടങ്ങിയ ഉപകരണങ്ങളാണ് ഉപയോഗശൂന്യമായത്. തട്ടിപ്പോയിപ്പോ രാത്രി വെള്ളമില്ലാണ്ടായിപ്പോ പുതിയ മോട്ടോർ, എമർജൻസി ആയിട്ട് പുതിയ മോട്ടോർ എടുത്തു. ഇതുപോലെ ഈ ഭാഗത്ത് കുറെ ആൾക്കാർ പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാത്രമല്ല, ഈ ഭാഗത്ത് കുറെ ആൾക്കാർ മോട്ടോർ പോയിന്റ്, TV പോയിന്റ്, ഫ്രിഡ്ജ് പോയിന്റ്. ഞാൻ നല്ല ഉദ്യോഗസ്ഥരോട് ചോദിച്ചു എന്താ നടപടിയെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 2 ലക്ഷം രൂപ മുതൽ ഈ ഭാഗത്ത് ഏരിയയിൽ പോയിട്ടുണ്ട്. TCV തൃശൂർ. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് കഴിയുന്നു. മുരിങ്ങൂരിൽ സർവീസ് റോഡുകളുടെ ടാറിംഗ് പൂർത്തിയായി. ഏറെക്കാലമായി ദേശീയപാതയിൽ നിലനിന്നിരുന്ന വൻ ഗതാഗതക്കുരുക്കിനാണ് ആശ്വാസമാകുന്നത്. വാഹനങ്ങൾ ഇപ്പോൾ സുഗമമായി ഓടുന്നു. എങ്കിലും രാവിലെയും വൈകിട്ടും കുറച്ചു വാഹനങ്ങൾ ബദൽ റോഡുകളിലേക്ക് കടത്തിവിടുന്നുണ്ട്. സാധാരണ കിലോമീറ്ററുകളോളം വാഹനങ്ങൾ നീണ്ടുകിടക്കാറുള്ള തിങ്കളാഴ്ച ദിവസങ്ങളിലെ ദുരവസ്ഥയ്ക്കും പരിഹാരമാവുകയാണ്. സർവീസ് റോഡുകൾ ടാറിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ട് LDF ജനപ്രതിനിധികൾ ദേശീയപാത പ്രോജക്ട് ഡയറക്ടറുടെ പാലക്കാടുള്ള ഓഫീസ് ഉപരോധിച്ചിരുന്നു. പിന്നീട് ചാലക്കുടിയിൽ ചർച്ചയ്ക്കെത്തിയ പ്രോജക്ട് എഞ്ചിനീയറെയും തടഞ്ഞുവെച്ചു. ഇതോടെ പ്രശ്നം ഗൗരവമുള്ളതായി മാറി. ചാലക്കുടി DYSP എത്തിയാണ് ഉദ്യോഗസ്ഥനെ മോചിപ്പിച്ചത്. അനുരഞ്ജനം എന്ന നിലയിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ടാറിംഗ് നടത്താമെന്ന് ദേശീയപാത അധികൃതർ ഉറപ്പു നൽകി. തുടർന്ന് 2 രാത്രികളിലെ ഇരുഭാഗത്തെയും റോഡുകൾ ടാറിംഗ് നടത്തി. ആദ്യ ദിവസം ജില്ലാ കളക്ടർ സ്ഥലത്തെത്തുകയും ചെയ്തു. TCV ന്യൂസ്, ചാലക്കുടി. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആമ്പല്ലൂരിൽ CPM നിൽപ്പ് സമരം നടത്തി. CPM കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ നിൽപ്പ് സമരം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി PK ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഡിക്സൺ, CITU ഏരിയ സെക്രട്ടറി PR പ്രസാദൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജനജീവിതം നിരനിരയായി, വാഴക്കോട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങി. കോടാലിക്കാട് മേഖലയിലാണ് 3 കാട്ടാനകൾ ഇറങ്ങിയത്. തെങ്ങുകളും വാഴകളും കാട്ടാനകൾ നശിപ്പിച്ചു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പിന്റെ RRT സംഘം സ്ഥലത്തെത്തി കാട്ടാനകളെ തുരത്തി. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ കാട്ടാനകൾ ഇറങ്ങി പ്രദേശത്തെ ഫാമിലെ ചെടികളും സാധന സാമഗ്രികളും നശിപ്പിച്ചിരുന്നു.
കണ്ടില്ലേ ആ പോണു ഞാൻ ജനു വരും കേട്ടോ വേറൊന്നുകൂടി പറഞ്ഞല്ലോ അറേ ഈ ഭാഗത്ത് അവിടെ കഴിഞ്ഞു ആ പോണു അടുത്താള് അതാ അടുത്താള് വണക്കം പട്ടിക്കേ അതാ രണ്ടെണ്ണം കറക്റ്റ് രണ്ടെണ്ണം കണ്ടോ അതന്നെ ഇനി എങ്ങനെ കാട്ടൂർ പൊഞ്ഞനം ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ ഓഫീസിലെ പൂട്ടും ഓഫീസിലെ അലമാരിയുടെ പൂട്ടും കുത്തിത്തുറന്ന് പണവും സ്വർണവും കവർന്നു. ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്ന CCTVയുടെ DVRും മോഷണം പോയി. ക്ഷേത്രം തുറക്കാനെത്തിയ ജീവനക്കാരനാണ് മോഷണ വിവരം അറിഞ്ഞത്. 2 പവനോളം സ്വർണവും 10,000-ഓളം രൂപയും നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നു. കാട്ടൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ വർഷവും ക്ഷേത്രത്തിലെ ഓഫീസ് കുത്തിത്തുറന്ന് പണം കവർന്നിരുന്നു. കടൽ മാർഗമുള്ള ലഹരിക്കടത്ത് തടയുന്നതിന് എക്സൈസ്, ഫിഷറീസ്, മറൈൻ എൻഫോഴ്സ്മെന്റ് സംയുക്ത സംഘം കടലിൽ പരിശോധന നടത്തി. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ C. സീമയുടെയും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബെന്നി ജോർജിന്റെയും നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘമാണ് പരിശോധന നടത്തിയത്. ജില്ലയിലെ തീരദേശം കേന്ദ്രീകരിച്ച് വ്യാജമദ്യവും സ്പിരിറ്റും കഞ്ചാവും എത്താൻ സാധ്യതയുണ്ടെന്ന് സൂചന ലഭിച്ചിരുന്നു. കരയിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ കടലിലുള്ള എല്ലാ മത്സ്യബന്ധന യാനങ്ങളും സംഘം പരിശോധിച്ചു. ചേറ്റൂർ മുതൽ കാപ്പിരിക്കാട് വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കടലിൽ പോയ മത്സ്യബന്ധന ബോട്ടുകളാണ് പരിശോധിച്ചത്. പരിശോധനയിൽ നിയമലംഘനം നടത്തിയ 2 വള്ളങ്ങൾ പിടിച്ചെടുത്തു. ഗുരുവായൂർ ക്ഷേത്രസന്നിധിയിൽ തിങ്കളാഴ്ച 187 വിവാഹങ്ങൾ നടന്നു. ചിങ്ങമാസത്തിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടന്നത് തിങ്കളാഴ്ചയാണ്. ദേവസ്വം മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നതിനാൽ കാര്യമായ തിരക്ക് അനുഭവപ്പെട്ടില്ല. നഗരത്തിൽ പോലീസിനെ നിയോഗിച്ചിരുന്നതിനാൽ ഗതാഗതക്കുരുക്കും ഉണ്ടായിരുന്നില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടക്കുന്നത് ചിങ്ങമാസത്തിലാണ്. ഈ മാസം 31-ന് 200ഓളം വിവാഹങ്ങളാണ് ഇതുവരെ ഷീട്ടാക്കിയിട്ടുള്ളത്. ചാലക്കുടി ഉപജില്ലയുടെ കീഴിലെ വിവിധ മാനേജ്മെന്റ് സ്കൂളുകളിൽ 7 വർഷമായി ശമ്പളം ലഭിക്കാത്ത അധ്യാപകരുടെ പ്രശ്നം ഉടനെ പരിഹരിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി. 3.3 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ചാലക്കുടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ VHSC വിഭാഗം കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 10 ദിവസത്തിന് ശേഷം താൻ വീണ്ടും വിളിക്കുമെന്നും ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായില്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടിയുണ്ടാകുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, വൈസ് ചെയർപേഴ്സൺ C. ശ്രീദേവി, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ MM അനിൽകുമാർ, KV പോൾ, അഡ്വക്കേറ്റ് ബിജു S. ചിറയത്ത്, ആനി പോൾ, പ്രതിപക്ഷ നേതാവ് CS. സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. VR പുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ശതാബ്ദി സ്മാരക കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് ഈ നാടിന് സമർപ്പിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. കൂടുതൽ വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഗോബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. എല്ലാ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സ്വർണ്ണ നാണയം സമ്മാനം. അത്തം മുതൽ തിരുവോണം വരെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. കഴിഞ്ഞില്ല, വിവാഹ പാർട്ടികൾക്ക് വെറും 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും. അപ്പോൾ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ലക്ഷ്മിക്കുട്ടി ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. ഞാനിത് ജുവലറൊക്കെ കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശയ്ക്ക് കൂടുതൽ പണം കിട്ടും. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. വീണ്ടും വാർത്തകളിലേക്ക്. കൊണ്ടാഴി കുത്താമ്പുള്ളി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. കുത്താമ്പുള്ളിയെ വള്ളുവനാടുമായും മലബാർ മേഖലയുമായും ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. കൊണ്ടാഴി പഞ്ചായത്തിലെ കൊണ്ടാഴി വില്ലേജിനെയും തിരുവല്ലാമല പഞ്ചായത്തിലെ കണിയാർക്കോട് വില്ലേജിനെയും ബന്ധിപ്പിച്ച് ഗായത്രി പുഴയ്ക്ക് കുറുകെയാണ് പാലം യാഥാർത്ഥ്യമാകുന്നത്.
കിഫ്ബി പദ്ധതിയിൽ സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെ 33.14 കോടി രൂപ അനുവദിച്ചു. ആകെ 3 പാലങ്ങളാണ് പദ്ധതിയിലുള്ളത്. പുഴയ്ക്ക് കുറുകെയുള്ള പ്രധാന പാലം, കുത്താമ്പുള്ളി ഭാഗത്തെ അനുബന്ധ റോഡിൽ വരുന്ന പാലം, ഇറിഗേഷൻ കനാലിന് കുറുകെ വരുന്ന ഭാഗത്തുള്ള ഒരു ചെറിയ പാലം എന്നിവയും പാലത്തിന്റെ അപ്രോച്ച് റോഡുമാണ് വിഭാവനം ചെയ്യുന്നത്. ഭൂമി ഏറ്റെടുക്കലിന് നഷ്ടപരിഹാരമായ 6.27 കോടി രൂപ പാലം നിർമ്മാണത്തിന് മുൻപ് കൈമാറി. നിലവിൽ സംരക്ഷണ ഭിത്തികളുടെ പ്രവൃത്തികൾ നടന്നുവരുന്നു. കാനയുടെ പണികളും നടക്കുന്നുണ്ട്. പെയിന്റിംഗ്, 2ാം ഘട്ട ടാറിംഗ് എന്നിവയും താമസിയാതെ തുടങ്ങും. ഒക്ടോബറിൽ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. TCV ന്യൂസ്, തിരുവല്ലാമല. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇല്ലംനിറ വ്യാഴാഴ്ച നടക്കും. രാവിലെ 11 മുതൽ 1:40 വരെയുള്ള മുഹൂർത്തത്തിലാണ് ചടങ്ങ് നടക്കുക. ഇല്ലംനിറയ്ക്ക് ആവശ്യമായ കതിർക്കറ്റുകൾ ബുധനാഴ്ച വൈകിട്ടോടെ ക്ഷേത്ര നടയിലെത്തും. പൂജകൾക്കു ശേഷം കതിരുകൾ ഭക്തജനങ്ങൾക്ക് പ്രസാദമായി വിതരണം ചെയ്യും. പഞ്ചാരി മേളത്തിൽ പരിശീലനം നേടിയ 11-അംഗ സംഘം കൊരേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാതപാർവതി ക്ഷേത്ര സന്നിധിയിൽ അരങ്ങേറ്റം നടത്തി. മേള കലാകാരൻ കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിൽ അഭ്യസിച്ച 9 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ളവരാണ് അരങ്ങേറ്റം കുറിച്ചത്. പെരുവനം കുട്ടന്മാരാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ചെണ്ട വിദ്വാൻ കുഴൂർ ബാലൻ, കുറുങ്കുഴൽ വിദ്വാൻ കൊടകര അനൂപ്, കൊമ്പുവാദകൻ മച്ചാട് പത്മകുമാർ, ഇലത്താള കലാകാരൻ കല്ലൂർ രഘു എന്നിവർ സഹമേളക്കാരായിരുന്നു. ചീരക്കുഴി കനാൽ കൃഷി ഇറക്കുന്നതിന് ഉപയോഗപ്രദമാക്കണമെന്നാവശ്യപ്പെട്ട് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കർഷക സംഘം കൊണ്ടാഴി നോർത്ത് മേഖലാ കമ്മിറ്റി നിവേദനം നൽകി. സെപ്റ്റംബർ മാസം അവസാന ആഴ്ചയിലെങ്കിലും വെള്ളം തുറന്നുവിടണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. കർഷക സംഘം മേഖലാ സെക്രട്ടറി അമ്പിളി പൊഴിയോരം, പ്രസിഡന്റ് സുബിൻ, കമ്മിറ്റി അംഗങ്ങളായ സത്യഭാമ, പ്രേമലത, പ്രശാന്തി എന്നിവർ നിവേദന സംഘത്തിലുണ്ടായിരുന്നു. എന്നാണോ കനാലിന്റെ ഇറിഗേഷൻ എന്താണ് അതിന്റെ നിലസ്ഥിതി എന്നറിയാമോ? എളനാട് മണ്ഡലം കോൺഗ്രസ് നേതൃയോഗം മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ C ശ്രീകുമാർ, വേണുഗോപാല മേനോൻ, NR സതീഷ്, T നിർമ്മല, സജിത്ത് എളനാട്, എൽദോസ് ഐസക് തുടങ്ങിയവർ സംസാരിച്ചു. അനുഭവങ്ങളുടെ സമ്പത്തുമായി ഫോട്ടോഗ്രഫി രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിടുകയാണ് ചാലക്കുടിയിലെ ജോയ് കല്ലിങ്ങൽ. നിരവധി പ്രമുഖരുടെ ചിത്രങ്ങൾ പകർത്താനായതിന്റെ ചാരിതാർത്ഥ്യമാണ് 70-ാം വയസ്സിലും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ജോയിയുടെ മുതൽക്കൂട്ട്. 20-ാം വയസ്സിൽ കോളേജ് പഠനകാലത്ത് തുടങ്ങിയതാണ് ക്യാമറയോടുള്ള കമ്പം. അന്നത്തെ ചാലക്കുടിയിലെ പ്രശസ്ത ഫോട്ടോഗ്രാഫറായ പ്രതാപനുമായി പരിചയപ്പെടുകയും തുടർന്ന് ഒരു ക്ലിക്ക് 3 ക്യാമറ സ്വന്തമാക്കുകയും ചെയ്തു. തൃശൂർ പൂരത്തിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം പകർത്തിയായിരുന്നു തുടക്കം. പിന്നീട് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ചിത്രങ്ങളെടുത്തു. പഠനത്തോടൊപ്പം ഫോട്ടോഗ്രാഫി ശീലമാക്കിയ ജോയ് ചാലക്കുടിയിലെ അമ്പിളി സ്റ്റുഡിയോയുമായി ചേർന്ന് പ്രവർത്തിച്ചു. വർഷങ്ങൾക്ക് ശേഷം സൗത്ത് ജംഗ്ഷനിൽ സ്വന്തമായി സ്റ്റുഡിയോയും ആരംഭിച്ചു. സ്റ്റുഡിയോയ്ക്ക് നൽകിയ പൊന്നമ്പിളി എന്ന പേരിലാണ് പിന്നീട് ജോയ് അറിയപ്പെട്ടത്. അക്കാലത്തെ പോലീസ് ഫോട്ടോഗ്രാഫർ കൂടിയായിരുന്നു ജോയ്. മലക്കപ്പാറയിൽ കൊലപ്പെടുത്തിയ ടാക്സി ഡ്രൈവറുടെ മൃതദേഹത്തിന്റെ ഫോട്ടോ കൊക്കയിലിറങ്ങി സാഹസികമായാണ് എടുത്തത്. നോർത്ത് ചാലക്കുടിയിലെ സ്വീറ്റിയുടെ മരണം, തുരുത്തിപ്പറമ്പ് പള്ളിയുകാരി ഫാദർ ജോബ് ചിറ്റിലപ്പിള്ളിയുടെ കൊലപാതകം തുടങ്ങിയ പ്രമാദമായ കേസുകളിൽ പോലീസിനു വേണ്ടി ചിത്രങ്ങൾ പകർത്തി. അന്തരിച്ച നടൻ കലാഭവൻ മണി പൊന്നമ്പളി സ്റ്റുഡിയോയിൽ നിത്യസന്ദർശകനായിരുന്നു. KSU ജില്ലാ പ്രസിഡന്റായിരുന്ന ജോയ് ഇന്നും കോൺഗ്രസ് സഹയാത്രികനാണ്. TCV ചാലക്കുടി. ഗുരുവായൂർ വോളിബോൾ ലീഗ് സീസൺ 2-ൽ ഫിനിക്സ് കോട്ടപ്പടി ജേതാക്കളായി. 8 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ 7-8 2-ാം സ്ഥാനവും ബ്രഹ്മകുളം വോളി ക്ലബ്ബ് 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. ബ്രഹ്മകുളം സെന്റ് തോമസ് പള്ളിയുടെ കോർട്ടിൽ നടന്ന മത്സരം വികാരി ഫാദർ ഡേവിസ് പാണയങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ PB അരുൺകുമാർ മുഖ്യാതിഥിയായിരുന്നു. AJ ജാക്സൺ, റാംഷിദ് ബഷീർ, K ഇസ്മായിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. എല്ലാ ചെറുപ്പക്കാരും സ്പോർട്സ് ഇവന്റ്, അപ്പോൾ നിങ്ങൾ ക്ലബ്ബ്
സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ പ്രാദേശിക തൊഴിൽമേള സംഘടിപ്പിച്ചു. നഗരസഭ NV സോമൻ സ്മാരക ഹാളിൽ നടന്ന തൊഴിൽമേള MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്, വിജ്ഞാന കേരളം ജില്ലാ കോർഡിനേറ്റർ KV ജ്യോതിഷ് കുമാർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഷീദ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ നിന്നുള്ള 30-ലധികം തൊഴിൽദാതാക്കളും 300ഓളം തൊഴിൽ അന്വേഷകരും മേളയിൽ പങ്കെടുത്തു. MSc മറൈൻ ബയോളജിയിൽ തമിഴ്നാട് കാരൈക്കുടി അളഗപ്പ സർവകലാശാലയിൽ നിന്ന് കുന്നംകുളം കക്കാട് സ്വദേശി PM അഭിരാമി 1ാം റാങ്ക് നേടി. ശാസ്ത്രജ്ഞനാകണമെന്നാണ് ആഗ്രഹമെന്ന് അഭിരാമി പറഞ്ഞു. കുടുംബത്തിന്റെയും അധ്യാപകരുടെയും പ്രോത്സാഹനവും പിന്തുണയും റാങ്ക് നേടാൻ കാരണമായിട്ടുണ്ടെന്നും അഭിരാമി കൂട്ടിച്ചേർത്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ LCD പ്രൊജക്ടർ വഴിപാടായി ലഭിച്ചു. പ്രവാസിയായ മലയാളി ചാവക്കാട് സ്വദേശി വിനീത് കുമാറാണ് വഴിപാട് സമർപ്പണം നടത്തിയത്. ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രത്തിലെ ഉപയോഗത്തിനാണ് ഉപകരണം സമർപ്പിച്ചത്. കിഴക്കേ ഗോപുര കവാടത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പ്രൊജക്ടർ ഏറ്റുവാങ്ങി. വിനീത് കുമാർ വിദേശത്തായതിനാൽ സുഹൃത്താണ് പ്രൊജക്ടർ കൈമാറിയത്. ദേവസ്വം ഭരണസമിതി അംഗം C മനോജ്, വേദസംസ്കാര പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ P നാരായണൻ നമ്പൂതിരി, പ്രസിദ്ധീകരണ വിഭാഗം അസിസ്റ്റന്റ് മാനേജർ KG സുരേഷ് കുമാർ, ചുമർചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പൽ M നളിൻ ബാബു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പെരുവല്ലൂർ വേദവ്യാസ ഗണേശോത്സവ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പെരുവല്ലൂരിൽ ഗ്രാമപ്രദക്ഷിണം നടത്തി. പരപ്പുഴ കാളിക്ഷേത്രത്തിൽ നിന്നും ഗണേശ വിഗ്രഹവുമായി നടന്ന ഗ്രാമപ്രദക്ഷിണത്തിന് വിവിധ മേഖലകളിൽ സ്വീകരണം നൽകി. പെരുവല്ലൂർ വേദവ്യാസ ഗണേശോത്സവ സേവാ സമിതി അംഗങ്ങളായ സുകുമാരൻ കേക്കൂർ, ബിബിൻ കുറുവത്ത്, മനേഷ് ആനിയടത്ത്, സ്മിനേഷ് പണിക്കർ എന്നിവർ ഗ്രാമപ്രദക്ഷിണത്തിന് നേതൃത്വം വഹിച്ചു. വർഷം മുമ്പ് വിവാഹിതരായ ബ്രിട്ടീഷ് വംശജൻ ബോറിസ് ബാർക്കറും ഭാര്യ പറവൂർ സ്വദേശി ജിജിയും ഗുരുവായൂർ സായി മന്ദിരത്തിൽ വൈദിക വിധി പ്രകാരം താലികെട്ടി. ഗുരുവായൂർ സായി മന്ദിരത്തിലെ ഹോമകുണ്ടത്തിലെ അഗ്നിസാക്ഷിയായാണ് സപ്തപതി വിവാഹം നടന്നത്. കേരളീയ വസ്ത്രം ധരിച്ചാണ് ബോറിസ് ജിജിയുടെ കഴുത്തിൽ മഞ്ഞച്ചരടിൽ കോർത്ത താലി ചാർത്തി തുളസിമാല അണിയിച്ചത്. മുളമംഗലം കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ സായി സഞ്ജീവിനി ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി സ്വാമി ഹരിനാരായണൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. TCBയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCB ചാനലിലൂടെ. TCB ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCBയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCB ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCB പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവയ്ക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCBയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCBക്കൊപ്പം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്.
വീണ്ടും വാർത്തകളിലേക്ക്. വെള്ളറക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നീതി സൂപ്പർ മാർക്കറ്റിന്റെ ഓണവിപണി ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് CM അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ ബോർഡ് മെമ്പർ V ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ ബോർഡ് മെമ്പർ ഷീജ വേണുഗോപാൽ, സെക്രട്ടറി PS പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. മകൾക്ക് ഒരു മരം പദ്ധതിയിലൂടെ വിവിധ സ്കൂളുകളിലെ പെൺകുട്ടികൾ ചന്ദന മരങ്ങളുടെ പരിപാലനത്തിനൊരുങ്ങുന്നു. മണലൂർ, അന്തിക്കാട്, പഴുവിൽ മേഖലകളിലെ സ്കൂളുകളിൽ നിന്നുള്ള 150 വിദ്യാർത്ഥിനികളാണ് ചന്ദന മരങ്ങൾ പുരയിടത്തിൽ നട്ടുവളർത്താനൊരുങ്ങുന്നത്. ഗുരുവായൂരിലുള്ള സായി സഞ്ജീവിനി ട്രസ്റ്റാണ് മറയൂരിൽ നിന്നെത്തിച്ച ചന്ദനത്തൈകൾ സൗജന്യമായി വിതരണം ചെയ്തത്. മകനെ വളർത്താനുള്ള ചുമതല അമ്മയ്ക്കാണ്. അപ്പൊ ഈ മകളാണ് സഹോദരിയാകുന്നതും അമ്മയാകുന്നതും മുത്തശ്ശിയാകുന്നതും ഒക്കെ. അപ്പൊ തിരിച്ച് ഈ മകളെ സംരക്ഷിക്കാനുള്ള ചുമതല മകനാണ് ഏറ്റെടുക്കേണ്ടതെന്ന്. സാധാരണ രീതിയിൽ പറയേ, നമ്മൾ സമ്പാദിക്കുന്നതിൻ്റെ ഒരംശം അച്ഛന് കൊടുക്കണം. മണലൂർ തുള്ളൽ കളരിയിൽ നടന്ന ചടങ്ങിൽ സായി സഞ്ജീവിനി ട്രസ്റ്റി സ്വാമി ഡോക്ടർ ഹരിനാരായണൻ ചന്ദനത്തൈ വിതരണം നിർവഹിച്ചു. ഓട്ടൻതുള്ളൽ കലാചാര്യൻ മണലൂർ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. ഒരു മരം എന്നൊരു പദ്ധതിയുമായി ഇന്ന് മണലൂർ തുള്ളൽ കളരിയും സായി സഞ്ജീവിനി ട്രസ്റ്റിയും കൂടി ഇന്ന് മണലൂർ, ഏനാമാവ്, പെരിങ്ങോട്ടുകര, അന്തിക്കാട് പ്രദേശങ്ങളിലെ ചന്ദനത്തൈകൾ ആ പ്രദേശങ്ങളിലെ സ്കൂളുകളിലെ പെൺകുട്ടികളെ വിളിച്ചു വരുത്തി അവർക്ക് ഓരോ ചന്ദന വൃക്ഷത്തൈകൾ കൊടുക്കുകയാണ്. ഒരു പെൺകുട്ടി ജനിക്കുന്ന സമയത്തും ആ പെൺകുട്ടി ആ വീട്ടിൽ വളരുന്ന സമയത്തും ചന്ദന മരവും ഒപ്പം വളരുകയാണ്. ചന്ദനം വളരുന്നതോടൊപ്പം തന്നെ ആ കുട്ടിയും വളർന്നു വരുന്നു. 20 വർഷമോ 25 വർഷമോ തികയുമ്പോൾ ആ ചന്ദനത്തിന് അന്നത്തെ കമ്പോള വില അനുസരിച്ച് 20 ലക്ഷമോ 25 ലക്ഷമോ മൂല്യമുണ്ടാകും. ആ കുട്ടിക്ക് നബിദിനാഘോഷങ്ങൾക്കായി പഴവൂർ ഇലാഹിയ ജുമാ മസ്ജിദ് നജ്മുൽ ഹുദ മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാഗത സംഘം രൂപീകരിച്ചു. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് വിളംബര ജാഥ നടത്തി. മഹല്ല് പ്രസിഡന്റ് PA അബൂസാലി വിളംബര ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. മഹല്ല് സെക്രട്ടറി PV സുലൈമാൻ, KK സിയാദ്, KU കബീർ, NA റസാഖ്, ഇബ്രാഹിം പഴവൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ പ്രാദേശിക തൊഴിൽമേള സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. MR ദിനേശൻ, ജൂബി പ്രദീപ്, KB സുധ തുടങ്ങിയവർ സംസാരിച്ചു. $399 വിഭവങ്ങളുമായി ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് മെഗാ ഓണസദ്യ ഒരുക്കി. BCom ഫിനാൻസ് സ്വാശ്രയ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് മെഗാ സദ്യ ഒരുക്കിയത്. 2016 അൽ നിഷാൽ എന്ന അധ്യാപകന്റെ ആശയത്തിലായിരുന്നു ഈ മെഗാ സദ്യയുടെ ഉത്ഭവം. 2022 ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. ഈ വർഷം വിദ്യാർത്ഥികളും അധ്യാപകരും അവരുടെ കുടുംബാംഗങ്ങളും വീടുകളിലാണ് വിഭവങ്ങൾ തയ്യാറാക്കിയത്. ഇതിന്റെ വീഡിയോ ചിത്രീകരിച്ച് ഗിന്നസ് അധികൃതർക്ക് അയച്ചു നൽകി. ഇലയിൽ വിളമ്പിയ വിഭവങ്ങൾ ഇന്റർനാഷണൽ ഷെഫായ അവിൻ അമ്പി രുചിച്ചു നോക്കി എണ്ണിത്തിട്ടപ്പെടുത്തി കോളേജ് അധികൃതർക്ക് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് കൈമാറി. വീഡിയോകളും ഇത്തരം രേഖകളും പരിശോധന നടത്തി ഗിന്നസ് അധികൃതർ റെക്കോർഡ് വിവരം പിന്നീട് അറിയിക്കും. വിവിധ ഇനം പായസങ്ങൾ, അച്ചാറുകൾ, ചമ്മന്തികൾ, വറവുകൾ, മധുരപലഹാരങ്ങൾ, പ്രധാന കറികൾ, സൈഡ് കറികൾ, സ്പെഷ്യൽ വിഭവങ്ങൾ എന്നിവ മെഗാസദ്യയുടെ ആകർഷണമായിരുന്നു. പൊതുജനങ്ങളും വിദ്യാർത്ഥികളുമായ 1000 പേർക്ക് സദ്യ ഒരുക്കിയിരുന്നു. MLA E.T. ടൈസൺ ചോറ് വിളമ്പി മെഗാസദ്യ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, ലാറ്റിൻ അമേരിക്കൻ ഗുഡ്വിൽ അംബാസഡർ അഡ്വക്കേറ്റ് KG അനിൽകുമാർ, വേണുഗോപാല മേനോൻ, വിപിൻ പാറമേക്കാട്ടിൽ, സോണിയ ഗിരി, DYSP ബിജോയ് തുടങ്ങിയവർ സംസാരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോളി ആൻഡ്രൂസ്, മാനേജർ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ, കോർഡിനേറ്റർ CL സിജി തുടങ്ങിയവർ നേതൃത്വം നൽകി. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട.
വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും എരുമപ്പെട്ടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ആശാപ്രവർത്തകർക്കുള്ള ത്രിദിന പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. എരുമപ്പെട്ടി, വരവൂർ, ദേശമംഗലം, മുള്ളൂർക്കര, തെക്കുംകര എന്നീ പഞ്ചായത്തുകളിലെയും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെയും ആശാ വർക്കർമാരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. എരുമപ്പെട്ടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ അധ്യക്ഷയായി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AK ടോണി, ഹെൽത്ത് സൂപ്പർവൈസർ VJ ജോബി, ഡോക്ടർ അഞ്ജന തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിന് കീഴിലുള്ള ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ സ്ഥിരം ഡോക്ടർ ഇല്ലെന്നും ഫോൺ സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ലെന്നും ആരോപിച്ച് BJP എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. ആയുർവേദ മരുന്ന് ലോബികളെ സഹായിക്കുന്നതിനു വേണ്ടി മുൻപുണ്ടായിരുന്ന ഡോക്ടറെ മാറ്റുകയാണുണ്ടായതെന്ന് BJP ആരോപിച്ചു. കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് രാജേഷ് കുട്ടഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി, രാമചന്ദ്രൻ മങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. ഇപ്പോൾ നമ്മുടെ ഈ പിന്നിൽ കാണുന്നത് പാവപ്പെട്ട രോഗികൾക്കും വാർദ്ധക്യകാല അസുഖങ്ങൾക്കുള്ള മരുന്നുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ആയുർവേദ ഡോക്ടറെ കാണാൻ വരുന്ന ഒരു രോഗിക്ക് ഇവിടെ ഡോക്ടറുടെ സേവനമില്ല. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ എന്തോ ട്രെയിനിങ് എന്തോ പറഞ്ഞ് പോയി എന്നാണ് പറഞ്ഞത്. പകരം ചാർജുള്ള ഡോക്ടറാണെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം വന്നെങ്കിൽ വന്നു, വന്നില്ലെങ്കിൽ വന്നില്ല. അന്തിക്കാട് മഹല്ല് കമ്മിറ്റിയുടെയും നൂറുൽ ഹുദ മദ്രസ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സംയുക്ത നേതൃത്വത്തിൽ നബിദിന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് മഹല്ല് പ്രസിഡന്റ് പതിപ്പറമ്പത്ത് അബ്ദുൽ നാസർ ഹാജി പതാക ഉയർത്തി. വൈസ് പ്രസിഡന്റ് കാരണപ്പറമ്പിൽ അബ്ദുൽ സലാം ഹാജി അധ്യക്ഷനായി. മദ്രസ സദർ ഉനൈസ് അഷ്റഫി, മഹല്ല് ട്രഷറർ റാഫി കുഞ്ഞിക്ക, അബ്ദുൽ ഖാദർ, PA അബ്ദുൾ റസാഖ്, അബ്ബാസ് വീരരാവുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. തോളൂർ പഞ്ചായത്തിൽ നടന്ന വയോജന സംഗമം പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ലില്ലി ജോസ് അധ്യക്ഷത വഹിച്ചു. സ്പെഷ്യൽ ബ്രാഞ്ച് SI സന്തോഷ് കുമാർ, ജനപ്രതിനിധികളായ ഷീന വിൽസൺ, KG പോൾസൺ, VK രഘുനാഥൻ, VP അരവിന്ദാക്ഷൻ, ഷീന തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഇലക്ട്രിക്കൽ വയർമെന്റ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ചാലക്കുടി യൂണിറ്റ് സമ്മേളനം ജില്ലാ പ്രസിഡന്റ് KM നിരൂപ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് AD വർഗീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി OJ ജിഷോ, TC സിനോയ്, IJ വിജു, KL ജോർജ്, KK സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. വാഴാനി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് 4 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം തുറന്ന് വെള്ളം വടക്കാഞ്ചേരി പുഴയിലേക്ക് ഒഴുക്കിവിട്ടത്. ഡാമിലെ ഇന്നത്തെ ജലനിരപ്പ് 60.32 മീറ്ററാണ്. 62.48 മീറ്ററാണ് ഡാമിലെ പരമാവധി ജലനിരപ്പ്. ഡാം തുറന്നതിനാൽ വടക്കാഞ്ചേരി, കേച്ചേരി, മുക്കോല എന്നീ പ്രദേശങ്ങളിൽ പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. BJP അന്തിക്കാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK അനീഷ് കുമാർ നിർവഹിച്ചു. BJP അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് രാഖി പ്രദീപ് അധ്യക്ഷത വഹിച്ചു. EP ജാൻസി, ബിജു അണ്ടേഴത്ത്, റിനി കൃഷ്ണപ്രസാദ്, രാഖി പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത കയ്പമംഗലം 3 പീടികയിൽ ടാങ്കർ ലോറി സ്കൂട്ടറിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരിയായ കയ്പമംഗലം സ്വദേശി കളപ്പുരയ്ക്കൽ സൂരജിന്റെ ഭാര്യ ഐശ്വര്യ, സൂരജിന്റെ പിതാവ് മോഹനൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 പീടിക തെക്കേ ബസ് സ്റ്റോപ്പിന് സമീപമായിരുന്നു അപകടം. കാസർഗോഡ് നിന്ന് കൊച്ചിയിലേക്ക് പോയിരുന്ന ടാങ്കർ ലോറിയുടെ പിൻവശം സ്കൂട്ടറിൽ തട്ടി വീണ യുവതിയുടെ ദേഹത്തിലൂടെ ലോറിയുടെ ടയർ കയറി ഇറങ്ങുകയായിരുന്നു. വിസ തട്ടിപ്പിലൂടെ 13 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ 2 പേരെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം ചെന്നാനിക്കാട് മുറ്റൂത്തറ വീട്ടിൽ അനൂപ് വർഗീസ്, ഏറ്റുമാനൂർ നീലിമംഗലം സ്വദേശി കൃഷ്ണകൃപ സാഗരം വീട്ടിൽ രഞ്ജിത എന്നിവരാണ് അറസ്റ്റിലായത്. അരിമ്പൂർ സ്വദേശിനിയായ യുവതിയിൽ നിന്ന് UK-യിൽ കെയർ അസിസ്റ്റന്റ് നഴ്സ് ജോലിക്കായി വിസ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അക്കൗണ്ടിൽ നിന്ന് പല തവണകളിലായി 13 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് ഇവർ അറസ്റ്റിലായത്. വടക്കേക്കാട് വൈലത്തൂരിൽ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മൃതദേഹവുമായി എത്തിയ ആംബുലൻസ് അഞ്ഞൂര് സെന്ററിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു. വൈലത്തൂർ നമ്പീശൻപടി സ്വദേശി തൊഴിയൂർ വീട്ടിൽ 41 വയസ്സുള്ള മനീഷിനെയാണ് ഞായറാഴ്ച സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പാറക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബാർബർ ഷോപ്പ് ജീവനക്കാരനായ മനീഷ്
ബന്ധുവുമായി വാഹനം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയുമായി ബന്ധപ്പെട്ട് വിളിപ്പിച്ച കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ജയപ്രദീപ് മനീഷിനെ മാനസികമായി പീഡിപ്പിച്ചതായി പറയുന്നു. പോലീസിന്റെയും ബ്ലേഡ് മാഫിയയുടെയും മാനസിക പീഡനം മൂലമാണ് മനീഷ് ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാരോപിച്ചാണ് നാട്ടുകാർ അഞ്ഞൂർ സെന്ററിൽ മൃതദേഹവുമായി എത്തിയ ആംബുലൻസ് തടഞ്ഞത്. ഇനി വാണിജ്യം. ഓണത്തോടനുബന്ധിച്ച് ഫർണിച്ചറുകൾക്ക് മികച്ച ഡിസ്കൗണ്ടുമായി തൃശൂർ പേരാമംഗലത്തെ പെർഫെക്റ്റ് ഹോമിന്റെ ഓണം മെഗാ സെയിൽ. ഇതിനോടകം ഉപഭോക്താക്കളുടെ വിശ്വാസമാർജിച്ച സ്ഥാപനമാണ് 6 വർഷമായി തൃശൂർ കുന്നംകുളം റോഡിൽ പേരാമംഗലം സെന്ററിൽ ജോയ്സ് റെസിഡൻസി ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന പെർഫെക്റ്റ് ഹോം ഫർണിഷിംഗ് ആൻഡ് ബ്ലൈൻഡ്സ്. ഓഫീസുകളിലേക്കും വീടുകളിലേക്കും ആവശ്യമായ എല്ലാത്തരം ഫർണിച്ചറുകളും മിതമായ വിലയിൽ ലഭ്യമാക്കുന്ന പെർഫെക്റ്റ് ഹോം ഇക്കുറിയും ഓണത്തിന് കൂടുതൽ ഡിസ്കൗണ്ടുകളുമായാണ് മെഗാ സെയിലിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. തേക്ക്, അക്വേഷ്യ, മഹാഗണി, റബ്വുഡ് മരങ്ങളിൽ മികച്ച ഗുണമേന്മയിലും വൈവിധ്യമാർന്ന ഡിസൈനുകളിലും നിർമ്മിച്ച ഫർണിച്ചറുകളുടെ വിപുലമായ ശേഖരമാണ് വിശാലമായ ഷോറൂമിൽ സജ്ജമാക്കിയിട്ടുള്ളത്. വിവിധ മോഡലുകളിലുള്ള സെറ്റുകൾ, ടീപ്പോയ്, ഡൈനിങ് ടേബിൾ, കസേരകൾ, കട്ടിലുകൾ, കിഡ്സ് ടേബിൾ സെറ്റ്, സ്റ്റീൽ അലമാരകൾ, ഫൈബർ ചെയർ, ഓഫീസ് ചെയറുകൾ, ടേബിളുകൾ, ബെഡുകൾ, റബ്ബർ മാറ്റുകൾ, ഫ്ലോർ മാറ്റുകൾ, ഫ്ലവർ വേസുകൾ, ഫ്രെയിം ഫോട്ടോസ് എന്നിവയുടെ ആകർഷകമായ കളക്ഷനുകളും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. ബെഡുകൾ 5 മുതൽ 50% വരെ സ്പെഷ്യൽ ഓഫറുകളിലൂടെ സ്വന്തമാക്കാം. കൂടാതെ പെർഫെക്റ്റ് ഗ്രൂപ്പിന്റെ സ്വന്തം ഉൽപ്പന്നമായ PVC കർട്ടനും സീബ്ര കർട്ടനും മിതമായ നിരക്കിൽ ആവശ്യാനുസരണം ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു. ആവശ്യക്കാർക്ക് ഉൽപ്പന്നങ്ങൾ സൗജന്യമായി വീടുകളിൽ എത്തിച്ചും നൽകും. ഓർഡറുകൾക്കും കൂടുതൽ വിവരങ്ങൾക്കും 9846415590. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9315 രൂപ, പവന് 74,520 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE ഈ നാടിന്റെ ധൈര്യം. ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിലിറങ്ങി റീൽസ് ചിത്രീകരിച്ചത് ആചാര ലംഘനമാണെന്ന ദേവസ്വം. ക്ഷേത്രക്കുളത്തിൽ ചൊവ്വാഴ്ച പുണ്യാഹം നടത്തും. 6 ദിവസത്തെ പൂജകളും ശീവേലിയും ആവർത്തിക്കും. എറവ് 6-ാം കല്ലിൽ KSEB വൈദ്യുതി ലൈനിലൂടെ അമിതമായി വൈദ്യുതി പ്രവഹിച്ചതായി പരാതി. വീടുകളിലെ ഗൃഹോപകരണങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരു കഴിയുന്നു. മുരിങ്ങൂരിൽ സർവീസ് റോഡുകളുടെ ടാറിംഗ് പൂർത്തിയായി. വാഴക്കോട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. തെങ്ങുകളും വാഴകളും നശിപ്പിച്ച് കാട്ടാനക്കൂട്ടം. കാട്ടൂർ കൊഞ്ഞനം ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. 2 പവൻ സ്വർണവും 10,000 രൂപയും കവർന്നു. CCTVയുടെ DVR മോഷണം പോയി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.